ഹലോ സ്റ്റുഡൻസ്, നമ്മളിന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് നമ്മുടെ കോർപ്പറേറ്റ് അക്കൗണ്ടിങ്ങിലെ ഫസ്റ്റ് യൂണിറ്റ് ഫിനാൻഷ്യൽ റിപ്പോർട്ടിംഗ് സ്റ്റാൻഡേർഡ്സ് ആണ്. ഫസ്റ്റ് ഓഫ് ഓൾ, എന്താണ് അക്കൗണ്ടിംഗ് സ്റ്റാൻഡേർഡ്സ് എന്ന് പറയണം. അക്കൗണ്ടിംഗ് സ്റ്റാൻഡേർഡ്സ് ആർ ഗൈഡ് ലൈൻസ് ഫോർ അക്കൗണ്ടിങ്. നമ്മുടെ അക്കൗണ്ടിങ്ങിന് വേണ്ട ഗൈഡ് ലൈനുകളെയാണ് നമ്മൾ അക്കൗണ്ടിംഗ് സ്റ്റാൻഡേർഡ്സ് എന്ന് പറയുന്നത്. അക്കൗണ്ടിംഗ് സ്റ്റാൻഡേർഡ്സ് ആർ ദി റിട്ടൺ സ്റ്റേറ്റ്മെൻറ്റ്സ് issued by the statutory accounting bodies on specific accounting policies for the preparation and presentation of uniform and consistent financial statement. ഒരു ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ്, നമുക്ക് ഒരു കൺസിസ്റ്റൻ്റ് ആയ ഒരു ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ് പ്രിപ്പയർ ചെയ്യാൻ വേണ്ടി എന്തൊക്കെ റൂൾസ് ആൻഡ് റെഗുലേഷൻസ് ആണോ ഫോളോ ചെയ്യേണ്ടത്, ആ റൂൾസ് ആൻഡ് റെഗുലേഷൻസ് എല്ലാം കാണിക്കുന്ന ഒരു റിട്ടേൺ സ്റ്റേറ്റ്മെൻറ്റിനെ പറയുന്ന പേരാണ് അക്കൗണ്ടിംഗ് സ്റ്റാൻഡേർഡ്സ് എന്ന് പറയുന്നത്. ഈ റിട്ടേൺ സ്റ്റേറ്റ്മെൻറ്റ് ഇഷ്യൂ ചെയ്യുന്നത് സ്റ്റാറ്റുറി അക്കൗണ്ടിങ് ബോഡീസ് ആയിരിക്കും. CA ഒക്കെ ആയിരിക്കും, ചാർട്ടർ അക്കൗണ്ടൻ്റ് ഒക്കെ ആയിരിക്കും ഈ അക്കൗണ്ടിങ് സ്റ്റേറ്റ്മെൻറ്റ്സ് അല്ലെങ്കിൽ ഈ റൂൾസ് ആൻഡ് റെഗുലേഷൻസ് എന്തൊക്കെയാണോ ഫോളോ ചെയ്യേണ്ടത് അത് ഇഷ്യൂ ചെയ്യുന്നത്. നെക്സ്റ്റ്, ഡെഫിനിഷൻ ഓഫ് അക്കൗണ്ടിംഗ് സ്റ്റാൻഡേർഡ്. അക്കോർഡിംഗ് ടു കോളർ, അക്കൗണ്ടിംഗ് സ്റ്റാൻഡേർഡ്സ് ആസ് എ മോഡ് ഓഫ് കണ്ടക്ട് ഇമ്പോസ്ഡ് ഓൺ അക്കൗണ്ടൻസ് ബൈ എ ലോ, കസ്റ്റംസ് ഓർ പ്രൊഫഷണൽ ബോഡി. ദാറ്റ് മീൻസ് ഒരു പ്രൊഫഷണൽ ബോഡി അല്ലെങ്കിൽ ലോ, കൊമേഴ്ഷ്യൽ ലോ എന്തൊക്കെ റൂൾസ് ആൻഡ് റെഗുലേഷൻസ് ആണോ ഫോളോ ചെയ്യേണ്ടത്, അല്ലെങ്കിൽ എന്തൊക്കെ കോഡ് ഓഫ് എത്തിക്സ് ആണോ നമ്മൾ ഫോളോ ചെയ്യേണ്ടത്, ഇതെല്ലാം കാണിക്കുന്ന റിട്ടേൺ സ്റ്റേറ്റ്മെൻറ്റിനെയാണ് അക്കൗണ്ടിംഗ് സ്റ്റാൻഡേർഡ്സ് എന്ന് പറയുന്നത്. അപ്പോൾ ഷോർട്ടാക്കി പറയുകയാണെങ്കിൽ അക്കൗണ്ടിംഗ് സ്റ്റാൻഡേർഡ്സ് എന്ന് പറഞ്ഞാൽ ഇറ്റ്സ് എ റിട്ടേൺ സ്റ്റേറ്റ്മെൻറ്റ്സ് കണ്ടെയ്നിങ് ദ റൂൾസ് ആൻഡ് റെഗുലേഷൻസ് എബൌട്ട് ദി ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ്. ഒരു ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ് പ്രിപ്പയർ ചെയ്യുമ്പോൾ നമ്മൾ എന്തൊക്കെ റൂൾസ് ആൻഡ് റെഗുലേഷൻസ് അല്ലെങ്കിൽ എന്തൊക്കെ പ്രിൻസിപ്പിളാണോ നമ്മൾ ഫോളോ ചെയ്യേണ്ടത്, അതിൻ്റെ എല്ലാം ഒരു റിട്ടേൺ സ്റ്റേറ്റ്മെൻ്റ് ആണ് അക്കൗണ്ടിംഗ് സ്റ്റാൻഡേർഡ്സ് എന്ന് പറയുന്നത്. നെക്സ്റ്റ് വൺ ആണ് ഒബ്ജക്റ്റീവ്സ് ഓഫ് അക്കൗണ്ടിംഗ് സ്റ്റാൻഡേർഡ്. ഫസ്റ്റ് വൺ, ടു പ്രൊവൈഡ് ഇൻഫർമേഷൻ. അക്കൗണ്ടിംഗ് സ്റ്റാൻഡേർഡ്സിൽ അതിലുണ്ടായിരിക്കും നമ്മൾ എന്തൊക്കെ അക്കൗണ്ടിങ് കോൺസെപ്റ്റുകൾ ഫോളോ ചെയ്യണം, അല്ലെങ്കിൽ എന്തൊക്കെ പ്രിൻസിപ്പിൾസ് വേണം ഫോളോ ചെയ്യാൻ വേണ്ടിയിട്ട് എന്നുള്ളത്. അതിനെക്കുറിച്ചുള്ള എല്ലാ ഇൻഫർമേഷൻസിനും നമ്മുടെ യൂസേഴ്സിന് പ്രൊവൈഡ് ചെയ്യുന്ന ഒരു സിസ്റ്റമാണ് കോർപ്പറേറ്റ് അക്കൗണ്ടിങ് എന്ന് പറയുന്നത്. അപ്പം ആ സിസ്റ്റത്തിൽ പറയുന്ന ഒരു കണ്ടൻ്റാണ് എന്ത്, അക്കൗണ്ടിങ് സ്റ്റാൻഡേർഡ്. അപ്പോൾ അക്കൗണ്ടിങ് സ്റ്റാൻഡേർഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് യൂസേഴ്സിന് വേണ്ടുള്ള ഇൻഫർമേഷൻസ്, അക്കൗണ്ടിങ് പോളിസീസ് അല്ലെങ്കിൽ അതിൻ്റെ പ്രിൻസിപ്പിൾസിനെ കുറിച്ചുള്ള കംപ്ലീറ്റ് ഇൻഫർമേഷൻസ് പ്രൊവൈഡ് ചെയ്യാൻ എന്ത് സഹായിക്കുന്നുണ്ട്, അക്കൗണ്ടിങ് സ്റ്റാൻഡേർഡ് ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. ദെൻ സെക്കൻഡ് വൺ, ടു ഹാർമണൈസ് ഡിഫറെൻറ്റ് അക്കൗണ്ടിങ് പ്രോസസ്സ്. നമ്മുടെ ഒരേ അക്കൗണ്ടിങ് സിസ്റ്റത്തിൽ മാത്രമല്ല, നമ്മൾ അക്കൗണ്ടിങ്ങിൽ ഒരുപാട് പ്രോസസ്സിങ് നടക്കുന്നുണ്ടായിരിക്കും ഡിഫറെൻറ്റ്. ഇപ്പോൾ നമ്മൾ ഒരു അക്കൗണ്ടിങ് സിസ്റ്റത്തിൽ ഫിനാൻഷ്യൽ അക്കൗണ്ടിങ് നമ്മൾ ഡിസ്കസ് ചെയ്യുമ്പോൾ പഠിച്ചിരുന്നു, ജേണലുണ്ട്, ലെഡ്ജറുണ്ട്, ട്രയൽ ബാലൻസ്, അങ്ങനെ ഒരുപാട് ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻ്റ് ഉണ്ട്. അപ്പോൾ ഇതൊക്കെ ഡിഫറെൻറ്റ് കോൺസെപ്റ്റുകളാണ് ഫോളോ ചെയ്യുന്നത്. അപ്പോൾ ഈ ഡിഫറെൻറ്റ് കോൺസെപ്റ്റുകൾ അല്ലെങ്കിൽ ഡിഫറെൻറ്റ് പ്രിൻസിപ്പിൾസ് എല്ലാം ഇൻറ്റിഗ്രേറ്റ് ചെയ്യുകയാണ് ഇവിടെ അക്കൗണ്ടിങ് സ്റ്റാൻഡേർഡ്സിൽ. നെക്സ്റ്റാണ് ടു എൻഹാൻസ് കണ്ടൻറ്റ്. ടു എൻഹാൻസ് കണ്ടൻറ്റ് മീൻസ് നമുക്ക് അക്കൗണ്ടിങ് സ്റ്റാൻഡേർഡ്സ് ഉപയോഗിച്ചിട്ട് നമുക്ക് കമ്പാരിസൺ, ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റുകൾ ഈസി ആയിട്ട് കമ്പയർ ചെയ്യാനും അതുപോലെ തന്നെ തെറ്റുകളൊന്നും ഇല്ലാത്ത ഒരു ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ് പ്രിപ്പയർ ചെയ്യാനും വേണ്ടി ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. ദെൻ ടു കമ്മ്യൂണിക്കേറ്റ് യൂണിഫോം റിസൾട്ട്. നമ്മുടെ ബോത്ത് ഇൻറ്റേർണൽ ആൻഡ് എക്സ്റ്റേണൽ യൂസേഴ്സായിട്ട് കറക്റ്റ് റിസൾട്ട്, നമ്മുടെ ബിസിനസ്സിൻ്റെ കറക്റ്റ് റിസൾട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ വേണ്ടി സഹായിക്കുന്നുണ്ട് അക്കൗണ്ടിങ് സ്റ്റാൻഡേർഡ്സ്. ദെൻ ടു ഫെസിലിറ്റേറ്റ് കമ്പാരിസൺ. ഫെസിലിറ്റേറ്റ് കമ്പാരിസൺ എന്ന് പറഞ്ഞാൽ ദർ ആർ ടു ടൈപ്സ് ഓഫ് കമ്പാരിസൺ, ഇൻ്റർഫേം കമ്പാരിസൺ ആൻഡ് ഇൻട്രാഫേം കമ്പാരിസൺ. ഇൻ്റർഫേം കമ്പാരിസൺ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ബിസിനസ്സിൽ ഇപ്പോൾ പലതരം ഡിപ്പാർട്ട്മെൻറ്റ്സുകൾ ഉണ്ടായിരിക്കും. അപ്പോൾ ആ ഡിപ്പാർട്ട്മെൻറ്റ്സുകൾ തമ്മിൽ കമ്പയർ ചെയ്യുക, അതിനെയാണ് ഇൻ്റർ എന്ന് പറയുന്നത്, ഇൻ്റർഫേം. ഇൻട്രാഫേം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ രണ്ട് ഡിഫറെൻറ്റ് കമ്പനികൾ അല്ലെങ്കിൽ രണ്ട് ഡിഫറെൻറ്റ് ഫേമുകൾ തമ്മിൽ കമ്പാരിസൺ ചെയ്യുകയാണെങ്കിൽ അവിടുത്തെ ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ്സുകൾ കമ്പയർ ചെയ്യുന്നതിനെയാണ് ഇൻട്രാഫേം കമ്പാരിസൺ എന്ന് പറയുന്നത്. അപ്പോൾ ബോത്ത് ഇൻ്റർ ആൻഡ് ഇൻട്രാഫേം കമ്പാരിസൺ എന്ത് ഹെൽപ്പ് ചെയ്യുന്നുണ്ട്, നമ്മുടെ അക്കൗണ്ടിങ് സ്റ്റാൻഡേർഡ്സ് ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇത്രയാണ് പ്രധാനപ്പെട്ട ഒബ്ജക്റ്റീവ്സ്. ഫസ്റ്റ് വൺ, ടു പ്രൊവൈഡ് ഇൻഫർമേഷൻ. സെക്കൻഡ് വൺ, ടു ഹാർമണൈസ് ഡിഫറെൻറ്റ് അക്കൗണ്ടിങ് പ്രോസസ്. തേർഡ് വൺ, to enhance content. Fourth one, to communicate uniform result. Fifth one, to facilitate comparison. ഇത്രയാണ് ഒബ്ജക്റ്റീവ്സ് എന്ന് പറയുന്നത്. നെക്സ്റ്റ്, അഡ്വാൻറ്റേജസ് ഓഫ് അക്കൗണ്ടിങ് സ്റ്റാൻഡേർഡ്സ്. എന്തൊക്കെയാണ് അഡ്വാൻറ്റേജസ്? ഫസ്റ്റ് വൺ,
ഇറ്റ് പ്രൊവൈഡ് ക്രെഡിബിലിറ്റി ആൻഡ് റിലയബിലിറ്റി ഓഫ് ദി ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ്സ്. അതാണ് ഫസ്റ്റ് എന്ന് പറയുന്നത്. അതായത് ഈ അക്കൗണ്ടിങ് സ്റ്റാൻഡേർഡ്സ് നമ്മുടെ യൂസേഴ്സിൻ്റെ കോൺഫിഡൻസ് നമുക്ക് വർദ്ധിപ്പിക്കാൻ സഹായിക്കും. അവർക്ക് ഒരു ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ് പ്രിപ്പയർ ചെയ്യാൻ വേണ്ടി ഒരു കോൺഫിഡൻസ് ഉണ്ടാക്കാൻ വേണ്ടി എന്ത് ഹെൽപ്പ് ചെയ്യുന്നുണ്ട്? നമ്മുടെ അക്കൗണ്ടിങ് സ്റ്റാൻഡേർഡ്സ് ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. അതായത് ഈ അക്കൗണ്ടിങ് സ്റ്റാൻഡേർഡ്സിൽ നമ്മൾ ഓരോ ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റും എങ്ങനെ പ്രിപ്പയർ ചെയ്യണം, എന്തൊക്കെ റൂൾസ് ആൻഡ് റെഗുലേഷൻസ് ആണ് ഫോളോ ചെയ്യേണ്ടത്, എന്തൊക്കെ പ്രിൻസിപ്പിൾസ് നമ്മൾ ഫോളോ ചെയ്യണം, ഏതൊക്കെ ഫോർമാറ്റാണ് നമ്മൾ ചെയ്യേണ്ടത് എന്നുള്ള കാര്യങ്ങളെക്കുറിച്ച് വ്യക്തമായിട്ട് ഇവിടെ പറയുന്നുണ്ട്. നമ്മുടെ അക്കൗണ്ടിങ് സ്റ്റാൻഡേർഡ്സിൽ ഒരു ഗൈഡ് ലൈനായിട്ട് പറയുന്നുണ്ട്. സോ അത് ഫോളോ ചെയ്യുന്നതിലൂടെ നമുക്ക് എന്ത് ചെയ്യാം? കറക്റ്റ് സ്റ്റേറ്റ്മെൻറ്റ്സുകൾ പ്രിപ്പയർ ചെയ്യാൻ സഹായിക്കും. അപ്പോൾ ഈ അക്കൗണ്ടിങ് സ്റ്റാൻഡേർഡ്സ് എന്ന് പറയുന്നത് യൂസേഴ്സിന് എന്ത് ചെയ്യേണ്ട ഒരു കോൺഫിഡൻസ് ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടി ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. ദെൻ സെക്കൻഡ് പോയിൻറ്റ്, എലിമിനേഷൻ ഓഫ് ആംബിക്വിറ്റി. ആംബിക്വിറ്റി മീൻസ് നമുക്ക് ആവശ്യമില്ലാത്തൊരു കൺക്ലൂഷനിൽ എത്താൻ വേണ്ടി നമുക്ക് പോകേണ്ട ആവശ്യമില്ല. അതായത് അക്കൗണ്ടിങ് സ്റ്റാൻഡേർഡ്സിൽ എല്ലാം കറക്റ്റായി പറയുന്നത് കൊണ്ട് തന്നെ നമുക്ക് നല്ലൊരു കൺക്ലൂഷൻ, നമുക്ക് എന്താണോ നമുക്ക് വേണ്ടത്, അതായത് നല്ല രീതിയിലൊരു കൺക്ലൂഷൻ അല്ലെങ്കിൽ ഡിസിഷനിൽ നമുക്ക് എത്താൻ സാധിക്കും. അപ്പോൾ ആവശ്യമില്ലാത്ത എലമെൻസിനൊക്കെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? എലിമിനേറ്റ് ചെയ്യാൻ വേണ്ടി എന്ത് ഹെൽപ്പ് ചെയ്യുന്നുണ്ട്? അക്കൗണ്ടിങ് സ്റ്റാൻഡേർഡ്സ് ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. നെക്സ്റ്റ്, ഫെസിലിറ്റേറ്റ് കമ്പാരിസൺ. നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഇൻ്റർ ആൻഡ് ഇൻട്രാഫേം കമ്പാരിസൺ നമുക്ക് ഈസിയായി നടത്താൻ വേണ്ടി എന്ത് ഹെൽപ്പ് ചെയ്യും? അക്കൗണ്ടിങ് സ്റ്റാൻഡേർഡ്സ് ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. നെക്സ്റ്റാണ്, ഇറ്റ് ഈസ് യൂസ്ഫുൾ ഫോർ മെഷറിങ് എഫിഷ്യൻസി. നമ്മുടെ മാനേജ്മെൻറ്റ് എഫിഷ്യൻസി മെഷർ ചെയ്യാൻ സഹായിക്കും. അതായത് നമ്മുടെ ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ് എത്രത്തോളം റിലയബിൾ ആണോ അത്രയും നമുക്ക് എന്ത് പറയാം? നമ്മുടെ മാനേജ്മെൻറ്റ് എഫിഷ്യൻസി ഇമ്പ്രൂവ് ചെയ്യാൻ പറ്റുമെന്ന് പറയാൻ പറ്റും. കാരണം നമ്മുടെ മാനേജ്മെൻറ്റിൻ്റെ എല്ലാ എക്സ്പെൻസ് ആൻഡ് ഇൻകംസൊക്കെ എവിടെ കാണിക്കുന്നത്? നമ്മുടെ ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ്സിലാണ്. അപ്പോൾ കുറഞ്ഞ ചിലവിൽ നമ്മൾ മാക്സിമം പ്രോഫിറ്റ് ഏൺ ചെയ്യുക എന്ന് ഉദ്ദേശിക്കുന്നത് എന്താണ്? നമ്മൾ മാനേജ്മെൻറ്റ് എഫിഷ്യൻസി മെഷർ ചെയ്യുക എന്നാണ്. Then next, it help the investors for taking decision regarding investment. നമ്മുടെ ബിസിനസ് ഇൻവെസ്റ്റ്മെൻറ്റ് ഡിസിഷൻസ്, നമുക്ക് നല്ലൊരു ഡിസിഷൻ, ഒരുപാട് ആൾട്ടർനേറ്റീവ്സ് ഉണ്ടെങ്കിൽ അതിൽ നിന്ന് ബെസ്റ്റ് ഡിസിഷൻസ് നമുക്ക് എടുക്കാൻ പറ്റും. ഇൻവെസ്റ്റ്മെൻറ്റ്സിനെ കുറിച്ചുള്ള ബെസ്റ്റ് ഡിസിഷൻസ് എടുക്കാൻ എന്ത് ഹെൽപ്പ് ചെയ്യുന്നുണ്ട്? അക്കൗണ്ടിങ് സ്റ്റാൻഡേർഡ്സ് ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഒന്നുകൂടി പറയാം, അഡ്വാൻറ്റേജസ് ഓഫ് അക്കൗണ്ടിങ് സ്റ്റാൻഡേർഡ്സ്. ഫസ്റ്റ് വൺ, ഇറ്റ് പ്രൊവൈഡ് credibility and reliability of the financial statement. Second one, elimination of ambiguity. Third one, facilitate comparison. Fourth one, it is useful for measuring efficiency. Fifth one, it help the investors to take ഡിസിഷൻ റിഗാർഡിങ് ഇൻവെസ്റ്റ്മെൻറ്റ്. ഇത്രയാണ് എന്ത് അഡ്വാൻറ്റേജ് എന്ന് പറയുന്നത്. അപ്പം ഫസ്റ്റ് ടോപ്പിക് ഏതായിരുന്നു? അക്കൗണ്ടിങ് സ്റ്റാൻഡേർഡ്സ് ആയിരുന്നു. അപ്പോൾ എന്താണ് അക്കൗണ്ടിങ് സ്റ്റാൻഡേർഡ്സ് പറഞ്ഞാൽ? അക്കൗണ്ടിങ് സ്റ്റാൻഡേർഡ്സ് ആർ ഗൈഡ് ലൈൻസ് ഫോർ ദി അക്കൗണ്ടൻറ്റ്, അല്ലെങ്കിൽ ഒരു അക്കൗണ്ടിങ് സിസ്റ്റത്തിൻ്റെ ഗൈഡ് ലൈനാണ് ഏത് പറയുന്നത്? അക്കൗണ്ടിങ് സ്റ്റാൻഡേർഡ്സ് എന്ന് പറയുന്നത്. ഇപ്പം നമ്മളൊരു അക്കൗണ്ടിങ് ഒരു ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ് പ്രിപ്പയർ ചെയ്യുകയാണെങ്കിൽ നമ്മൾ എന്തൊക്കെ പ്രിൻസിപ്പിൾസ് അല്ലെങ്കിൽ എന്തൊക്കെ റൂൾസ് ആൻഡ് റെഗുലേഷൻസ് ആണോ ഫോളോ ചെയ്യേണ്ടത്, ഇതെല്ലാം കണ്ടെയ്ൻ ചെയ്തിരിക്കുന്ന ഒരു റിട്ടേൺ സ്റ്റേറ്റ്മെൻ്റ് ആണ് എന്ത്? അക്കൗണ്ടിങ് സ്റ്റാൻഡേർഡ്സ് എന്ന് പറയുന്നത്. ഓക്കെ.